ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക മുക്കിയതിന് പിന്നാലെ സംഘർഷം രൂക്ഷമാകുന്നു. അമേരിക്ക ചെയ്തത് ക്രൂരതയെന്നും അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ടെൽ-അവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കി. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ആക്രമണം കടുപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. യുദ്ധം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ചരിത്ര നേട്ടമാകുമെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചത്. കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, 6ാം ദിവസവും അശാന്തമായി തുടരുകയാണ് പശ്ചിമേഷ്യ. മാത്രവുമല്ല, വെല്ലുവിളികൾ പരസ്പരം കൂടുതൽ കടുപ്പിക്കുന്നത് കൂടി കാണാം. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ? രേണുക, യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സംഘർഷം കൂടുതൽ കലുഷിതമാകുകയാണ്. ആദ്യ 5 ദിവസം വ്യോമാക്രമണവും വ്യോമ പ്രതിരോധവുമൊക്കെയായിരുന്നു, ആകാശത്തിലൂടെയുള്ള യുദ്ധമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കടലിലും സംഘർഷം രൂക്ഷമാകുന്നു. അമേരിക്ക ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയത് മുതലാണ് ഇത്തരത്തിൽ കടലിലും ഈ ആക്രമണ സാധ്യത രൂക്ഷമാകുന്നത്. അത് വലിയ തോതിലുള്ള ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള ജലപാത അത് അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആശങ്ക വർദ്ധിക്കുകയാണ്. ശ്രീലങ്കൻ തീരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ IRIS ദേനയാണ് അമേരിക്ക മുക്കിയത്. ഈ ആക്രമണത്തിൽ വലിയ പ്രതിഷേധം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് ഇതിനെ അപലപിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. 130 സെയിലർമാരാണ് ഈ യുദ്ധക്കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ 61 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയുമാണ്. സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിരുന്നു ഈ ആക്രമണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇറാൻ കൂടുതൽ ആക്രമണം ശക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നതാണ്. തെക്കൻ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 74 കിലോമീറ്റർ അകലെയാണ് കപ്പലിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. അമേരിക്കയുടെ ആണവ അന്തർവാഹിനിയിൽ നിന്നാണ് ഒരു ടോർപിഡോ ആക്രമണം. അത് ഇറാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ടോർപിഡോ ആക്രമണമാണ് ഇപ്പോൾ കടലിലാകെ അശാന്തി വിതച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ ഏതാണ്ട് 20,000-ഓളം സെയിലർമാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. 137 വെസലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇതിൽ 37 വെസലുകൾ ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ളതാണ്. അത്തരത്തിൽ വലിയ തോതിൽ കടലിൽ ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ഉണ്ടായത് എന്നതാണ് ഏറ്റവും ഗൗരവകരമായി കാണേണ്ടത്. മറ്റൊന്ന്, ഇതിന് ശേഷവും പശ്ചിമേഷ്യയിൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. US സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം എങ്കിൽ കൂടിയും അത് ആശങ്കകൾക്ക് വഴിവെക്കുന്നു. പ്രത്യേകിച്ച് ഇറാഖിൽ കുർദിഷ് സൈന്യത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ കുവൈറ്റ് തീരത്ത് ഒരു ടാങ്കറിൽ വലിയ സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഇറാൻ തീരത്തിന് അകലെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് കുവൈറ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഖത്തറിൽ ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള വീടുകളിൽ താമസിക്കുന്നവരെ ഖത്തർ ഒഴിപ്പിച്ചിരിക്കുന്നു. സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് ഖത്തർ അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് താമസിക്കാനായി സമാന്തര സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലാകട്ടെ 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചു എന്ന് സൗദി അറിയിച്ചു. അൽ ഖർജ് നഗരത്തിൽ 3 ക്രൂയിസ് മിസൈലുകൾ നശിപ്പിച്ചു എന്നാണ് സൗദി അറിയിച്ചിരിക്കുന്നത്. ബഹ്റിനിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബഹ്റിനിലെ ഒരു ആമസോൺ ഡേറ്റാ സെന്ററിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ സ്റ്റേറ്റ് അഫിലിയേറ്റഡ് ന്യൂസ് ഏജൻസിയായ ഫാർസ് ന്യൂസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഒരു വശത്ത് ശക്തമാകുന്നു. US സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണമെങ്കിലും ഭീതി ഒഴിയുന്നില്ല. ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ടെഹ്റാനെ ലക്ഷ്യം വെച്ചും അതോടൊപ്പം തന്നെ ഇറാനിലെ വിവിധ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുമുള്ള മിസൈൽ ആക്രമണങ്ങളും തുടരുന്നു. കോമിൽ തീർച്ചയായും കാർത്തിക് സൂചിപ്പിച്ചതുപോലെ ഇറാനെ സംബന്ധിച്ച് എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. ഖുമൈനിയുടെ വധം മുതൽ ഇന്നലെ നടന്ന പടക്കപ്പലിന് നേരെയുള്ള ആക്രമണം വരെ എല്ലാം ഇറാൻ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നടക്കുന്ന കാര്യങ്ങളായി തന്നെ നമ്മൾ വേണം കണക്കാക്കാൻ. പശ്ചിമേഷ്യയ്ക്ക് പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നത് കൂടി നമ്മൾ ഇന്ന് കണ്ടു. വലിയ ആശങ്കയാണ്. ഈ ഘട്ടത്തിൽ
ചൈനയുടെ മീഡിയേഷനുള്ള ഇടപെടൽ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയായി കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള സാധ്യതകൾ എന്താണ്? 6ാം ദിവസവും ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ, ചർച്ചകൾ, അതിനുള്ള സാധ്യതകൾ തുറക്കുന്നുണ്ടോ? ചൈനയുടെ ഇടപെടലിനെ എത്രമാത്രം പ്രതീക്ഷയോടുകൂടി കാണാം? 6ാം ദിവസവും സംഘർഷം രൂക്ഷമാകുമ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമാണ്. അല്പം മുമ്പ് ഒമാൻ ഭരണാധികാരിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. അതിന് മുന്നോടിയായിരുന്നു ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ സമവായ സാധ്യതകൾ തേടിയുള്ള ഒരു നീക്കമുണ്ടായത്. ചൈനീസ് വിദേശകാര്യ മന്ത്രി സൗദി തലവനുമായി സംസാരിച്ചു. ഇത്തരത്തിൽ യുദ്ധം നീണ്ടു പോകുന്നത് വലിയ തോതിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കും, അത് പ്രതിസന്ധി രൂക്ഷമാക്കും. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ചൈനയുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ സഹായം നൽകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം സൗദി ഭരണ തലവനെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ എൻവോയ്, പ്രത്യേക പ്രതിനിധി സംഘത്തെ ചർച്ചകൾക്കായി മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്നൊരു അഭിപ്രായവും പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ ഇതിനോടൊക്കെ ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഒരു സമവായ സാധ്യതകൾക്കുള്ള സമവായത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് വ്യക്തമാകുന്നത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമായിരിക്കും. എന്തായാലും ഇറാൻ കടുത്ത ഭാഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന കപ്പൽ ആക്രമണത്തോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഖേദിക്കേണ്ടി വരും, അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരും, ഈ വാക്കുകൾ മറന്നു പോകരുത്, കുറിച്ചിട്ടോളൂ എന്ന തരത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ആ വാക്കുകളിൽ വ്യക്തമാണ് ശക്തമായ പ്രകോപനമാണ് കഴിഞ്ഞ ദിവസം ഇറാന് ഉണ്ടായത്. സ്വാഭാവികമായും ഇറാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു ആക്രമണമല്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് വിശാഖപട്ടണത്തെത്തി നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഒരു കപ്പലിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. 130 സെയിലർമാരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് 80-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെ 32 പേർ ഇതിനോടകം തന്നെ ശ്രീലങ്കയിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു എന്ന് ശ്രീലങ്കൻ അധികൃതർ അറിയിക്കുന്നു. പക്ഷേ അപ്പോഴും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ആക്രമണം, അതും ആണവ അന്തർവാഹിനിയിൽ നിന്ന് ഒരു ടോർപിഡോ ആക്രമണം, അത് ഇറാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അമേരിക്ക ഒരു അനാവശ്യ പ്രകോപനം വിളിച്ചു വരുത്തി എന്ന അഭിപ്രായം ഇറാനുണ്ട്. സ്വാഭാവികമായും ഹോർമൂസ് കടലിടുക്കിലടക്കം ജലപാതയിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിൽ ഒരു ആക്രമണം അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടത് ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. അവിടെ അതുവഴി കപ്പൽ ഗതാഗതം നടത്താൻ ശ്രമിച്ചാൽ കത്തിച്ചു കളയുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ മുന്നറിയിപ്പ്. ഈ ഘട്ടത്തിൽ എന്ത് ഇടപെടലുകൾ അമേരിക്കയ്ക്ക് ഹോർമൂസ് കടലിടുക്കിൽ നടത്താൻ കഴിയും, അതിനെ ആശ്രയിച്ചിരിക്കും എണ്ണ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലെ തീരുമാനം. എന്തായാലും 37 ഇന്ത്യൻ പതാകകൾ വഹിച്ച കപ്പലുകൾ അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. 1037 ഇന്ത്യക്കാർ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ഈ കടലിൽ നിൽക്കുകയാണ് ഇപ്പോഴും. സ്വാഭാവികമായും അതിനൊക്കെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ആ ഇടപെടൽ ഏത് ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് വരും മണിക്കൂറുകളിൽ നമുക്കറിയേണ്ടത്. എന്തായാലും സംഘർഷം രൂക്ഷമായി തുടരുന്നു. പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും ആശങ്കകൾ ഒഴിയുന്നില്ല. കാരണം ടെഹ്റാനിൽ ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 172 നഗരങ്ങളിൽ വളരെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. 1045 പേർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ പുറത്തു വരുന്നു. ഇത് ഔദ്യോഗികമായ കണക്കാണ്. ഒരുപക്ഷെ മരണസംഖ്യ ഇതിലും ഉയരാം. പരിക്കേറ്റവരുടെ എണ്ണം ഇതിലും ഉയരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. എന്തായാലും തിരിച്ചും ഈ അമേരിക്ക യുദ്ധപ്പടക്കപ്പൽ മുക്കിയ ശേഷം ഇറാനും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് രാവിലെ തന്നെ ഇക്കാര്യം അറിയിച്ചു. 19th വേവ് ഓഫ് അറ്റാക്സ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നായിരുന്നു ഇറാൻ്റെ പ്രതികരണം. ജെറുസലേമിലും ടെല്ലവീവിലും വ്യാപകമായി ആക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും ലക്ഷക്കണക്കിന് പേർ ഇപ്പോഴും ടെല്ലവീവിലും ജെറുസലേമിലും ബങ്കറുകളിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സാഹചര്യങ്ങളിൽ ചില ഇളവുകൾ കൂടി ഇസ്രായേൽ വരുത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ 5 ദിവസം പൊതുചടങ്ങുകൾ നടത്താൻ വിലക്കുണ്ടായിരുന്നു. അതിൽ ചില ഇളവുകൾ ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻഗൂറിയോൺ എയർപോർട്ട്, ആ എയർപോർട്ട് തുറന്നിരിക്കുന്നു. അവിടെ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഇത്തരത്തിൽ ഒരു വശത്ത് ആശ്വാസകരമാകുന്ന ചില വാർത്തകൾ വരുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ തക്ക ഇടപെടലുകൾ അത് ഉണ്ടാകുന്നില്ല. ഖമനേയിയുടെ ഫ്യൂണറൽ നടക്കേണ്ടതുണ്ട്. ഇന്നലെ വൈകിട്ടായിരുന്നു അത് നടക്കേണ്ടിയിരുന്നത്. അത് മാറ്റിവെച്ചിരിക്കുന്നു. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത്തരത്തിൽ ഈ ഫ്യൂണറൽ ചടങ്ങിൽ
എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന് ഇറാൻ ഭയപ്പെടുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നു. അങ്ങനെയൊക്കെയെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാവും. എന്തായാലും ഒമാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണവും അതോടൊപ്പം തന്നെ ചൈന നടത്തുന്ന ഇടപെടലുകളും എത്രത്തോളം അത് ഗുണം ചെയ്യും, എത്രത്തോളം ഈ സംഘർഷം ലഘൂകരിക്കാൻ അത് ഗുണം ചെയ്യുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. 6-ാം ദിവസവും ആശങ്ക ഒഴിയുന്നില്ല. കൂടുതൽ പ്രകോപനം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ഇറാൻ തിരിച്ചടിക്കുമെന്ന് വെല്ലുവിളി ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് 6-ാം ദിവസവും നമ്മൾ കാണുന്ന സാഹചര്യം. കാർത്തിക്കാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.